പാർട്ട് 2 ആണ്. എനിക്കിപ്പോൾ മൊത്തം അങ്ങനെ ഒരു വീഡിയോ വിളിക്കാൻ അങ്ങനെ അറിയത്തില്ല. ഓൾമോസ്റ്റ് ഞാൻ കട്ട് ചെയ്ത് കുറേ എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ സെറ്റാക്കിയത്. ഇപ്പുറത്തും നന്നായി തേച്ചെടുക്കുന്നത്. ഇങ്ങനെ വകച്ചിലൊക്കെ എടുത്തിട്ട് നമ്മൾ ചിക്കത്തില്ലേ, അതായത് ഇങ്ങനെ എണ്ണയൊക്കെ ഇട്ടിട്ട് ചിക്കല്ലേ, അതുപോലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. മുടിയുടെ ഓടുമ്പയാണ് തേക്കേണ്ടത്. ഇതിങ്ങോട്ടൊക്കെ നല്ല തണുപ്പുണ്ടിട്ട് ഇത് ഇങ്ങനെ ചെന്നിട്ട് ഇത്തിരി എടുക്കാം, കയ്യിലേക്ക് എടുക്കാം. അതിന് ശേഷം നന്നായിട്ട് എടുത്തിട്ട് ആണ് ഇങ്ങനെ നന്നായി തേച്ചെടുക്കണം. അത് ഞാൻ മുടിയൊക്കെ സ്പ്രേ ചെയ്തിട്ടുണ്ട്. അതുപോലെ അത് നല്ല തണുപ്പ് ഇതിങ്ങനെ ഇങ്ങനെ ഇറങ്ങിയിട്ട് അപ്പോൾ നമുക്ക് ബാക്കിലോ ഫ്രണ്ടിലൊക്കെ ആയിട്ട് തേക്കാം. ഇത് ചെറിയൊരു കയ്യറൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് വലിയ കുഴപ്പമില്ല. എന്നിടത്തിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യണം. കയ്യറൊക്കെ ഇട്ട് വേണമെങ്കിൽ ചെയ്യാം. മുടിയുമ്പോൾ പറ്റിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ മുടിയുടെ ഉള്ളിലേക്ക്, അതായത് നമ്മൾ ഓടുമ്പോൾ ചെല്ലണം. പാർട്ട് 2 ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എനിക്കങ്ങനെ പാർട്ട് 8 അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ഫുള്ള് മുടിയുടെ പുറകിലും നടുക്കും ഇവിടെയൊക്കെ ഫുള്ള് തേച്ച് കൊടുക്കുക. അതായത് ഓടുമ്പോൾ മാത്രമാണ് മുടിയുടെ പുറത്ത് തേച്ച്. അപ്പോൾ നമുക്ക് അങ്ങനെ നന്നായിട്ട് ഫുൾ ഓടിൽ നന്നായി തേച്ച് കൊടുക്കണം. അതിനിടയ്ക്ക് അമ്മച്ചി എന്ന് വിളിച്ചു. അതുകൊണ്ടാണ് ഞാൻ ദൈവം കട്ട് ചെയ്തത്. ഈ ജെല്ലിങ്ങനെ തേക്കാന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക്കാണ് ഗൈസ്. ബിക്കോസ് നമ്മുടെ ഇങ്ങനെ എടുത്ത് തേക്കുമ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ഒത്തിരി നേരം ഇങ്ങനെ ഇട്ട് ചെയ്യണം, അല്ലാതെ നടക്കത്തില്ല. പീസ് ജെല്ലുണ്ട്, മൊത്തം ഒന്നും തേക്കേണ്ട, ഒരു ഇത്തിരി വീണ്ടും ബാക്കി വന്നു. അവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിലാക്കിയിട്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഇതിനകത്തേക്ക് കമത്തിയിട്ട് നമുക്കൊന്ന് ബാക്കി മുഖത്തും കൂടെ തിരിച്ചു കൊടുക്കാം. ഗൈസ് ബാക്കി ഇത്രയും വീണ്ടും നമുക്ക് പയ്യത്തിരി എടുത്തിട്ട് മുഖത്തും കൂടെ തേച്ച് കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ മുഖത്തും കൂടെ തേച്ച് കൊടുക്കാൻ നമുക്ക് നല്ലതാണ് എന്ന് തോന്നുന്നു. ആൻഡ് ഇതിൻ്റെ തണുപ്പാണ് രസം. നല്ല സുഖമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കൂളിങ്നെസ്. നല്ല പക്ഷെ നമ്മളിങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടിക്ക് നല്ലതാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രം ചെയ്യണം. ആൻഡ് ഇത് നല്ല സ്ലോലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഫുള്ളി റിലാക്സേഷൻ, നല്ല തണുപ്പാണ്. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. എനിക്ക് അതുകൊണ്ടാണത് ഇഷ്ടം. ആൻഡ് അത് മാത്രമല്ല, ഇതിന് അമ്മച്ചി ഇവിടെ നട്ട് പിടിപ്പിച്ചതായതുകൊണ്ട് നമുക്ക് ഒരു കാര്യം കൊണ്ടും പേടിക്കണ്ട. നമ്മളിങ്ങനെ ഒത്തിരി അലവേറെ സാധനങ്ങളൊക്കെ അരച്ച് വാങ്ങിയിട്ട് മുഖത്തേക്കല്ലേ, അതുപോലെ അല്ലല്ലോ. നമ്മൾ തന്നെ സെറ്റാക്കി നമ്മൾ തന്നെ എടുത്തിട്ട് നമ്മൾ തന്നെ അരച്ചെടുത്ത് ചെയ്യണതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ഒരു ഇഷ്യൂസ് ഉണ്ടാകത്തില്ല. ഞാൻ തേച്ചിട്ടുണ്ട് കുഞ്ഞിലെന്ന് പറയുമ്പോൾ ഒരു 9-8 വയസ്സൊക്കെ. ഇത് വായി പോരുത്, അതാണ് ഇതിൻ്റെ മെയിൻ ഇഷ്യൂ. ഭയങ്കര കയ്പ്പായിരിക്കും എന്ന് തോന്നണം, എനിക്കറിയത്തില്ല. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. കുഞ്ഞിലാണ് അമ്മ തേച്ച് തന്നിട്ടുണ്ട് എനിക്ക്. നന്നായിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഫേസ് ഒന്ന് മസാജ് ചെയ്യണം. തല ഞാൻ എന്നിട്ട് കുറച്ച് നേരം മസാജ് ചെയ്തിട്ടുണ്ടായി. ഫേസ് നന്നായിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുക്കണം നല്ല ആയിട്ട്. അതായത് ഇവിടെ ഫേസ് ഫുള്ളാണ് കേട്ടോ, നമ്മുടെ ചെവി അടക്കം. അതിന് ശേഷം നമുക്ക് കുളിച്ച് കളയാം. ഞാനിപ്പോൾ ഓവറായിട്ട് തേച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കുളിച്ച് കളയണം. അതിന് ശേഷം ഇത് അരച്ചെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലിട്ട് വയ്ക്കാം. അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാം, അങ്ങനെ എടുത്ത് മുഖത്ത് തേക്കാം. അത് കഴിഞ്ഞ് കഴുകിയൊന്നും കളയേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ മുഖത്ത് അലവരത് വെച്ചിട്ട് കഴുകേണ്ട ആവശ്യമില്ല. പക്ഷെ തലയെല്ലാം കഴുകി കളയണമല്ലോ.
എല്ലാം മസാജാക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതല്ല, സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്യാം. ആൻഡ് ബൈ. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആണെന്നല്ലേ എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട്, എങ്കിലും നിങ്ങളൊന്നും ഒന്നും കൂടെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ട്രൈ ചെയ്യാം കേട്ടോ. ഇനിയും ജെല്ല് ബാക്കി വന്നത്. ആൻഡ് ബൈ.